അരെ വാ, എങ്ങനെയുണ്ട്? ക്രിസ്പി ഉണ്ടല്ലോ. ഹലോ ഗായ്സ്, ഞാൻ വീണ്ടും വന്നു. ഇന്ന് നമുക്ക് പപ്സ് ഉണ്ടാക്കി നോക്കാം. അതിനെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, വെള്ളം കൂട്ടിയിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാക്കി പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുറച്ച് ഓയിലൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നല്ല സ്മൂത്താക്കി കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ കുഴച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് എണ്ണ മേലെ തടവി കൊടുത്തൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു. ഇത് നമ്മൾ പരത്തിയെടുക്കാൻ പോവാണ്. അങ്ങനെ നല്ല രീതിയിൽ പരത്തി അതിന് മുകളിൽ കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. ബട്ടർ തന്നെ വേണമെന്നില്ല, ഓയിലും തടവി കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ബട്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ബട്ടറാണ് തടവി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇതേപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി പരത്തുമ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് പരത്താൻ ശ്രമിക്കുക. നല്ല രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതേപോലെ ബട്ടർ തടവി കൊടുക്കണം. എന്നിട്ട് വീണ്ടും രണ്ട് സൈഡിലേക്കും മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കാതെയും ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു തവണ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ എൻ്റെ അത് ഫ്ലോപ്പായിപ്പോയി. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നല്ല ലെയറൊക്കെ കിട്ടും, കറക്റ്റ് നല്ല ലെയർ കിട്ടും. നമുക്കിത് മടക്കി കഴിഞ്ഞു. ഇതൊരു 1 hour ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലാണെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കാം ഇതിനുള്ളിൽ ഫില്ല് ചെയ്യാനുള്ള. അതിനായിട്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ ചേർത്ത് നമ്മൾ സമൂസ കട്ട്ലറ്റിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവയൊക്കെ ചേർത്ത് ഒരു മസാല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സോറി, പറയാൻ മറന്നുപോയി ഗൈസ്, ഞാൻ എഗ് പപ്സ് അല്ല ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ ചിക്കൻ ഉണ്ടായിരുന്നു, സോ അതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ മസാലക്കൂട്ടാണ് ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ പരത്തി കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും ഇത് കഴിഞ്ഞില്ലേന്ന്. ഇത് ലാസ്റ്റ് പ്രോസസ്സാണ് ഗൈസ്. കാണുമ്പോൾ വലിയ പണിയൊക്കെ തോന്നും, പക്ഷേ വലിയ പണിയൊന്നുമില്ല ഗൈസ്, ഇത് വേഗം കഴിയും. ഇതുപോലെ ഒരു തവണ കൂടെ ബട്ടറൊക്കെ തേച്ച് പരത്തി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 4 പപ്സ് എന്ന രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. ഇത് കുഴച്ച് മടക്കിയെടുത്തത്, അതായത് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ടാവും ഗൈസ് ഞാൻ. അങ്ങനെ ഇതാ 4 കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ മടക്കിയതിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങനെ ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ലെയറായിട്ട് പപ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ലെയറിൻ്റെ ഉള്ളിൽ നമ്മൾ ബട്ടർ തേച്ചുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. അങ്ങനെ ജസ്റ്റ് നമ്മളത് പരത്തിയെടുത്തു. എന്നിട്ട് നമുക്കിതിൽ മസാല ഫില്ല് ചെയ്തു. ഞാനിവിടെ 4 ആക്കിയിട്ടാണ് ജസ്റ്റ് വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. നമ്മുടെ പപ്സിൻ്റെ ഷേപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് അതും ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ തടവി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ തടവി കൊടുക്കാം. എനിക്ക് എയർ ഫ്രയർ ഉണ്ട് എൻ്റെ കയ്യിൽ, അതുകൊണ്ടും പിന്നെ ആണെങ്കിൽ എനിക്ക് തിന്നാനുള്ള കൊതി കൊണ്ടും
ഞാനിത് ഇതിലാണ് വെക്കുന്നത്. ഇത് അല്ലാത്ത പക്ഷം കുക്കറിൽ വെക്കാമെന്നാണ്. ഞാൻ കുക്കറിൽ വെച്ചിട്ട് ആക്കിയിട്ടുണ്ട്. കുക്കർ ഇറക്കിയിട്ട് അതിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പപ്സ് വെച്ചിട്ട് മൂടി വെക്കുക. കുക്കറിൻ്റെ വിസിലെടുത്ത് കളയുക. എന്നിട്ടൊരു 40 മിനിറ്റ് വെക്കുക. എയർ ഫ്രയറിൽ ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. ഇത് കാണുന്നത് അലങ്കാരപ്പണിയാണ്. എൻ്റെ കയ്യിൽ എള്ളുള്ളത് കൊണ്ട് ഞാൻ കുറച്ചൊന്ന് മൊഞ്ചാക്കിയതാണ്. അങ്ങനെ ഒരു 15 മിനിറ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മേൽഭാഗം കുറച്ച് സെറ്റായാലും മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ കൂടെ തടവി കൊടുക്കണം. ഞാനൊരു 5 മിനിറ്റ് കൂടെ കൂട്ടി കൊടുത്ത് അതേപോലെ 180 എന്നുള്ളത് ഞാനൊരു 200 ഡിഗ്രിയിലേക്ക് ആക്കി കൊടുത്തിരുന്നു പകുതി സമയം കഴിഞ്ഞപ്പോൾ, നേരത്തെ മറിച്ചിടൽ സമയത്ത്. നമ്മൾ പപ്സ് ഇവിടെ ക്രിസ്പി ആയിന്ന് തോന്നുന്നു ഗൈസ്. പപ്സ് 4 ഉണ്ടായിരുന്നു ഗൈസ്. ടേസ്റ്റ് നോക്കാൻ ഞാൻ കഷ്ണം എടുത്തപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കായിട്ടാണ് ഗൈസ്. എനിക്ക് എന്തുണ്ടാക്കുമ്പോൾ തിന്നാനുള്ള തോര കുറച്ച് കൂടുതലാണ് ഗൈസ്. ഇനി ഇതാ ഇതിൻ്റെ കറുമുറു സൗണ്ട് കേൾപ്പിക്കൽ ചടങ്ങാണ്. അഭിപ്രായം കേൾക്കൂ ഗൈസ്. ക്രിസ്പി ഉണ്ടല്ലോ. കൊള്ളാം. ഇതെന്താണോ അത് സ്റ്റെഫിനെ ഒന്ന് മൊഞ്ചാക്കിയതാ. കൊള്ളാം. ഇതെന്ത് ചിക്കനോ എഗ്ഗോ? എഗ്ഗാണെങ്കിൽ എഗ്ഗുകളുള്ളൂ കാണൂലേ. ആ